Hello guys, this is going to be a long day for us. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിട്ട് ഇറങ്ങി നമ്മൾ ഫസ്റ്റ് സഗ്രാഡ ഫെമിലിയെ കാണാനാണ് പോകുന്നത്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ ഇവിടുത്തെ. അതിൻ്റെ ക്രിയേറ്ററായ ആൻ്റണി ഗൗഡി 1882 അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത്രയും വർഷമായിട്ടും കൺസ്ട്രക്ഷൻ തീരാത്ത ഒരു ആർക്കിടെക്ചറൽ മാസ്റ്റർ പീസ് എന്നുള്ള രീതിയിലാണ് അത് ഇത്രയധികം ഫേമസ് ആയത്. ബൈ 2026 അതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു കഫേയിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് പാർഗ്യുവൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതും സ്പാനിഷ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അടിപൊളി ഒരു സ്ഥലമാണ്. കൈൻഡ് ഓഫ് കുറേ മൊസൈക്ക് വർക്ക്സും സ്റ്റോൺ വർക്ക്സും അവിടെ നിന്നാൽ നമുക്ക് ഹോൾ സിറ്റി കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും സിറ്റി സെൻറ്ററിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ ഇറോട്ടിക് മ്യൂസിയം എന്ന് പറഞ്ഞ സാധനം ലൈവായിട്ട് ഇങ്ങനെ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നത്. നമുക്കൊരു കൾച്ചർ ഷോക്കും ഡിഫറൻസും ഒക്കെ ഉണ്ടായിരിക്കും, ബിക്കോസ് വി ആർ നോട്ട് സോ യൂസ് ടു സീയിങ് സച്ച് തിങ്സ്. പക്ഷേ ഇറ്റ് വാസ് സംതിങ് ഡിഫറെൻറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ പോയ റെസ്റ്റോറൻറ്റിൽ വീണ്ടും പോയി, ബിക്കോസ് നമുക്ക് അവിടുത്തെ ഫുഡ് അത്രയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ഡെസേർട്ടും തന്നു കേട്ടോ വീണ്ടും ചെന്നതിന്. ആൻഡ് നമ്മൾ നൈറ്റ് ഈ ഫ്ലെമൻഗോ ഡാൻസിൻ്റെ ഒരു ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ 1 hour ഷോ. ലൈഫിൽ ഒരു 1 time എങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്ട്രീറ്റിൽ ഇറങ്ങി. നൈറ്റ് ലൈഫ് അടിപൊളിയാണ് കേട്ടോ ബാർസലോണയിൽ.